രാധേശ്യാം രാധാമാധവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മഹാഭാരതത്തിൽ ഒരുപാട് കരുത്തേറിയ കഥാപാത്രങ്ങളുണ്ട്. ആ കഥാപാത്രങ്ങളിൽ ഒരാളാണ് ജരാസന്ധൻ. മഗധ രാജാവായിരുന്ന ബൃഹദ്രഥന്റെ പുത്രനാണ് ജരാസന്ധൻ. ജരാസന്ധന് 2 അമ്മമാരാണ് ഉണ്ടായിരുന്നത്. ഒരാൾക്ക് എങ്ങനെയാണ് 2 അമ്മമാരുണ്ടാകുന്നത്? പെറ്റമ്മയും പോറ്റമ്മയും അങ്ങനെ 2 അമ്മമാരാണോ? എന്നാൽ അങ്ങനെയല്ലാട്ടോ, 2 പേരും പെറ്റമ്മമാർ തന്നെ. കഥയിലേക്ക് വരാം. മഗധ രാജാവായിരുന്ന ബൃഹദ്രഥൻ ജര എന്ന രാക്ഷസിയെ ഉപാസിച്ചിരുന്നു. മറ്റു രാക്ഷസികളിൽ നിന്നും ഉപദ്രവങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് ബൃഹദ്രഥൻ ജരയെ ഉപാസിച്ചിരുന്നത്. ജര രാക്ഷസിയായിരുന്നുവെങ്കിലും ഉപദ്രവകാരിയല്ല. മനുഷ്യരോട് സ്നേഹമുള്ള രാക്ഷസിയായിരുന്നു ജര. ബൃഹദ്രഥൻ ഒരു ചുവരിൽ ജരയുടെ രൂപം കൊത്തിയെടുത്ത് ആ രൂപത്തെയാണ് ആരാധിച്ചിരുന്നത്. കാഞ്ചി രാജാവിൻ്റെ പുത്രിമാരെയാണ് ബൃഹദ്രഥൻ വിവാഹം കഴിച്ചത്. വിവാഹം കഴിഞ്ഞ് ഏറെ നാൾ കഴിഞ്ഞിട്ടും ബൃഹദ്രഥന് കുട്ടികളുണ്ടായിരുന്നില്ല. ഒരിക്കൽ ഗൗതമപുത്രനായ ചണ്ഡകൗശികൻ ബൃഹദ്രഥന് ഒരു മാമ്പഴം നൽകി. ഇത് പത്നിക്ക് നൽകാനും നൽകിയാൽ പുത്രനുണ്ടാകുമെന്നും ചണ്ഡകൗശികൻ പറഞ്ഞു. ബൃഹദ്രഥന് 2 പത്നിമാരുണ്ടായിരുന്നെന്ന് ഗൗതമപുത്രന് അറിയില്ലായിരുന്നു. ബൃഹദ്രഥൻ കൊട്ടാരത്തിലെത്തി ഈ മാമ്പഴം 2 പേർക്കും തുല്യമായി വീതിച്ചു കൊടുത്തു. 2 പേർക്കും നൽകിയതിനാൽ 2 പുത്രന്മാരുണ്ടാകുമെന്നാണ് ബൃഹദ്രഥൻ കരുതിയത്. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു. ഭാര്യമാർ പ്രസവിച്ചപ്പോൾ ഒരു കുഞ്ഞിന്റെ ഇടതുഭാഗം ഒരു പത്നിയും വലതുഭാഗം മറ്റേ പത്നിയുമാണ് പ്രസവിച്ചത്. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞ് ചാപിള്ളയായിപ്പോയി. തന്റെ പ്രതീക്ഷകളെല്ലാം തെറ്റിപ്പോയി എന്നറിഞ്ഞ ബൃഹദ്രഥൻ അതീവ ദുഃഖിതനായി. ആ സമയം ബൃഹദ്രഥൻ ഉപാസിച്ചിരുന്ന ജര എന്ന രാക്ഷസി ബൃഹദ്രഥന്റെ സഹായത്തിനായെത്തി. ജര കുഞ്ഞിന്റെ 2 ഭാഗങ്ങളും ചേർത്ത് വെച്ച് കുഞ്ഞിന് ജീവൻ നൽകി. ജര ജീവൻ നൽകിയ കുഞ്ഞായതിനാൽ കുഞ്ഞിന് ജരാസന്ധൻ എന്ന പേര് നൽകി. ജരാസന്ധൻ അതീവ ശക്തിശാലിയായിരുന്നു. അവന്റെ ശരീരഭാഗങ്ങൾ വജ്രതുല്യമായിരുന്നു. ആയുധങ്ങൾ കൊണ്ട് ഒരിക്കലും ജരാസന്ധനെ കീഴ്പ്പെടുത്തുവാനായി സാധിച്ചിരുന്നില്ല. എന്നാൽ ജരാസന്ധന് ഒരു ബലഹീനതയുണ്ടായിരുന്നു. ഒരു ശക്തനായ യോദ്ധാവിന് ജരാസന്ധനെ 2ആയി മുറിച്ചെടുക്കുവാനായി സാധിക്കും. എന്നാൽ ജരാസന്ധനെ കീഴ്പ്പെടുത്തുക എന്നത് വളരെ അസാധ്യവുമാണ്. അതിനാൽ ജരാസന്ധൻ യുദ്ധത്തിലൂടെ പല രാജ്യങ്ങളും കീഴടക്കുകയും ആ രാജ്യങ്ങളിലെ രാജാക്കന്മാരെ തടവിലാക്കുകയും ചെയ്തിരുന്നു. ഇങ്ങനെ രാജ്യങ്ങൾ പിടിച്ചടക്കി 100 രാജാക്കന്മാരായാൽ അവരെ ബലി നൽകണമെന്നായിരുന്നു ജരാസന്ധന്റെ പദ്ധതി. ജരാസന്ധന്റെ ഈ പദ്ധതി മനസ്സിലാക്കിയ ജരാസന്ധനാൽ തടവിലാക്കപ്പെട്ട രാജാക്കന്മാർ ജരാസന്ധനെ എങ്ങനെയെങ്കിലും വകവരുത്തണമെന്ന് തീരുമാനിച്ചു. പക്ഷേ ഈ ഒരു കാര്യം അവരുടെ കയ്യിൽ ഒതുങ്ങുന്നതല്ലെന്നും ജരാസന്ധനെ വകവരുത്തുവാൻ കരുത്തനായ ഒരാൾക്ക് മാത്രമേ സാധിക്കൂ എന്നും അവർക്കറിയാം. അതിനാൽ ഈ രാജാക്കന്മാരെല്ലാം കൂടി ജരാസന്ധൻ അറിയാതെ രഹസ്യമായി കൊണ്ട് ഒരു ദൂതനെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ അടുത്തേക്ക് പറഞ്ഞയച്ചു. ദൂതൻ തങ്ങളുടെ ആവശ്യം ശ്രീകൃഷ്ണ ഭഗവാനോട് ഉന്നയിച്ചു. ദൂതന്റെ ആഗ്രഹം സാധിക്കണമെന്ന് തന്നെ കൃഷ്ണൻ തീരുമാനിച്ചു.